ഹായ്, ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. ഇന്ന് നമ്മൾ മാത്തമാറ്റിക്സിന്റെ ഒരു വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു അപ്ലിക്കേഷൻ ഡിസ്കസ് ചെയ്യാനാണ് പോകുന്നത്. എന്താണത്? നമുക്ക് ഒരു ഉയരമുള്ള ഒരു ടവറിന്റെ ഹൈറ്റ് കാൽക്കുലേറ്റ് ചെയ്യണം. അത് മാത്തമാറ്റിക്സ് ഉപയോഗിച്ചിട്ട് നമ്മൾ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും, അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നമുക്ക് നോക്കാം, ശ്രദ്ധിക്കുക. ഇതാണ് ഒരു ടവർ എന്ന് കരുതുക. ഇതാണ് ഒരു ടവർ. നമുക്ക് ഇതിന്റെ ഹൈറ്റ് അളക്കണം. അപ്പോ അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? ഈ ടവറിന്റെ ബേസിന്റെ അവിടെ നിന്ന് ഏതാനും മീറ്റർ അകലെ നമ്മൾ ഇങ്ങോട്ട് മാറി നിൽക്കുക. ഇവിടെ നമ്മൾ നിൽക്കുന്നു എന്ന് കരുതുക. ഇവിടെ നിന്നിട്ട് നമ്മൾ നേരെ ടവറിന്റെ ഏറ്റവും ഏറ്റവും മുകളിലേക്ക് നോക്കണം. അപ്പൊ നമുക്ക് ഒരു ലൈൻ ഓഫ് സൈറ്റ് നമുക്ക് കിട്ടും. അത് നമ്മൾ വായിക്കുന്നു. ഇങ്ങനെ ഇരിക്കും. ഇതിന് നമ്മൾ നിൽക്കുന്ന ഇതിന് പാരലായിട്ട് വേറൊരു ലൈൻ നമ്മളിവിടെ ഒരു റാഡ് വെച്ചിട്ട് ഒരു റാഡ് ഫിക്സ് ചെയ്യണം. അപ്പൊ അതൊരു ലൈനായിട്ട് കാണണം. ഓക്കെ, നമുക്ക് ഈ ആംഗിള് നമുക്ക് അളക്കാൻ സാധിക്കും. അതായത് ലൈൻ ഓഫ് സൈറ്റും ഈ പാരലൽ ലൈനും തമ്മിലുള്ള ആംഗിള് നമുക്ക് അളക്കാൻ സാധിക്കും. ഇനിയാണ് നമ്മൾ ഇതിന്റെ മാത്തമാറ്റിക്സ് അപ്ലൈ ചെയ്യുന്നത്. ഇതിന് മാത്തമാറ്റിക്സ് നമ്മൾ ട്രിഗണോമെട്രി എന്നുള്ള ബ്രാഞ്ചാണ് യൂസ് ചെയ്യുന്നത്. അതെങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം. കൺസിഡർ ദി ട്രയാങ്കിൾ എ ബി സി. ഓക്കെ, ഇവിടെ നോക്കൂ. ഇവിടെ ഇത് 90 ഡിഗ്രിയാണ്. അങ്ങനെ ആവുമ്പോൾ ട്രയാങ്കിൾ എ ബി സി ഈസ് എ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ. ഓക്കെ, ഇനി നമുക്ക് ഈ എ മുതലുള്ള ബി വരെയുള്ള ഡിസ്റ്റൻസ് നമുക്ക് അളക്കാൻ സാധിക്കും. നമുക്ക് ഇവിടെ നിന്ന് ഇവിടെ വരെയുള്ള ഡിസ്റ്റൻസ് അളക്കുന്നു, ഇവിടെ നിന്ന് ഇവിടെ വരെയുള്ള ഡിസ്റ്റൻസ് അളന്ന് അത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എ മുതൽ ബി വരെയുള്ള ഡിസ്റ്റൻസ് നമുക്ക് അളക്കാം. നമ്മുടെ ഹൈറ്റ് എച്ച് ആണ് വരുന്നത്. അപ്പോൾ ഇവിടെയും ആ ഹൈറ്റ് വരുന്നുണ്ട്. ഓക്കെ, ഇത് നമുക്ക് ഇതിന്റെ ഹൈറ്റ് അളക്കാം. അതിന് നമ്മൾ ട്രിഗണോമെട്രി വാല്യൂസ് അപ്ലൈ ചെയ്യാം. നമുക്കിവിടെ നോക്കൂ. ടാൻ തീറ്റ, ഈ റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ യൂസ് ചെയ്തിട്ട് ഈ ആംഗിൾ നമ്മൾ തീറ്റയാണ് വരുന്നത്. അങ്ങനെ ആകുമ്പോൾ ടാൻ തീറ്റ എന്തായിരിക്കും നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. ടാൻ തീറ്റ ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസന്റ് സൈഡ്. അപ്പൊ ആ ഫോമിൽ നമ്മൾ യൂസ് ചെയ്തിട്ട് ടാൻ തീറ്റയുടെ വാല്യൂ കണ്ടെത്തും. അപ്പോ ടാൻ തീറ്റ ഇവിടെ നമുക്ക് എഴുതാം. ടാൻ തീറ്റ ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് ബൈ adjacent side. Opposite side is CB by adjacent side is AB. ഇതിൽ നിന്ന് നമുക്ക് CB കണ്ടെത്താം. CB ഈക്വൽ ടു AB ഇൻറ്റു ടാൻ തീറ്റ. ഓക്കെ, ഇവിടെ നമുക്ക് AB എന്താണ്? AB ഇത് നമുക്ക് മാനുവലായിട്ട് റീഡ് ചെയ്യാൻ സാധിക്കും. അത് എ എന്ന് കരുതാം. ഇവിടെ ഈ ടവറിന്റെ ഹൈറ്റ് ക്യാപിറ്റൽ എച്ച്, ഇതാണ് നമുക്ക് കണ്ടെത്തേണ്ടത്. അതാണ് നമുക്ക് കണ്ടെത്തേണ്ടത്. അപ്പൊ നമുക്ക് അറിയുന്ന വാല്യൂസ് തീറ്റയുണ്ട്, ഈ ആംഗിൾ അറിയാം, ഈ വാല്യൂ എ അറിയാം. അപ്പൊ നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് എ ബി എന്ന് പറഞ്ഞ എ ആണ് ഇൻറ്റു ടാൻ തീറ്റ. ഈ തീറ്റയുടെ വാല്യൂ നമ്മൾ കണ്ടെത്തിയിട്ട് ഇത് മൾട്ടിപ്ലൈ ചെയ്താൽ ഇതിന്റെ വാല്യൂ കിട്ടും. പക്ഷെ നമ്മൾ സി ബി ആണ് ഇത്, സി ബി. therefore height of the tower equal to എന്താണ്? ഈ ലെങ്ത് സി ബി പ്ലസ് എച്ച് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹൈറ്റ്. അങ്ങനെയാണെങ്കിൽ സി ബി എ ടാൻ തീറ്റ
പ്ലസ് എച്ച്. ഈ ഫോർമുല യൂസ് ചെയ്തിട്ട് നമുക്ക് മാത്തമാറ്റിക്കലി നമുക്ക് ഇതിന്റെ ഹൈറ്റ് കാൽക്കുലേറ്റ് ചെയ്യാം. നമുക്കിവിടെ ഈ ആംഗിൾ ഓഫ് സൈറ്റ് കണ്ടെത്തുക എന്നുള്ളതാണ് നമുക്ക് ഉള്ള വർക്ക്. അതിനെ നമ്മൾ തീറ്റ എന്ന് കൊടുത്തിട്ട് ഇവിടെ നിന്നുള്ള റീഡിങ് നമ്മൾ മാനുവലായിട്ട് എടുക്കുന്നു. ഇതിന്റെ ഈ ഔട്ടർ മുതൽ സെന്ററിലുള്ള റീഡിങ് എടുക്കുന്നു. അത് രണ്ടും ആഡ് ചെയ്തിട്ട് വാല്യൂ ആണ് എ. ഇത് നമുക്ക് പ്രാക്ടിക്കലായിട്ട് റീഡ് ചെയ്യാൻ സാധിക്കുള്ളൂ. ഈ ആംഗിളും സാധിക്കും. അങ്ങനെയാകുമ്പോൾ നമുക്ക് ടവറിന്റെ ഹൈറ്റ് നമുക്ക് മാത്തമാറ്റിക്സിലൂടെ നമുക്ക് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും എന്ന് മനസ്സിലായല്ലോ. ഈ വീഡിയോ വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. ഈ ഒരു മെത്തേഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. താങ്ക് യു.